ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് വീട്ടിലുണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ബീഫ് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുന്നത്. ബട്ട് മിഷൻ സക്സസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആദ്യം ബീഫിനായിട്ടുള്ള മസാല തയ്യാറാക്കാം. കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് എന്നിവ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അതിലേക്ക് ഓയിലും ആവശ്യത്തിന് ഉപ്പും നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ പകുതി നാരങ്ങയാണ് കേട്ടോ യൂസ് ചെയ്ത് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല അരി എന്നൊക്കെ പറയും. അത് നമ്മൾ കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെച്ചിട്ട് വാർത്ത് വെച്ചതാണ്. വെള്ളം പോകാനായിട്ട് വാർത്ത് വെച്ച അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളെ ബീഫ് 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, വെളിച്ചെണ്ണ, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാൻ കൈകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. അതാണ് എനിക്കൊരു നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് തോന്നിയിട്ടുള്ളത്. സ്പൂണിനെക്കാട്ടിയും നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കൈകൊണ്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് മാറ്റി വെച്ച ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ആ ടൈമിൽ നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. അത് നമുക്ക് വാർത്ത് മാറ്റി വയ്ക്കാം. റൈസ് വേവിച്ച് മാറ്റി വെച്ച ശേഷം ഒരു കുക്കറിലേക്ക് നമുക്ക് ബീഫിൻ്റെ ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, കാരണം ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. എന്നിട്ട് ഞാൻ ആദ്യം 2 ഫിസിലാട്ടോ കേൾപ്പിച്ചത്. പക്ഷേ ബീഫ് വെന്തില്ലായിരുന്നു. നല്ല വേവുള്ളതായിരുന്നു. അത് പലയിടത്തും കിട്ടുന്ന ബീഫ് പലതായിരിക്കുമല്ലോ. അതിൻ്റെ വേവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോഴത്തേക്കും വേവ് അനുസരിച്ച് ഫിസിലേൽപ്പിച്ച് എടുക്കണം കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും ഗ്രേവി കുറവായിരുന്നു, നല്ല തിക്കായിട്ട് തന്നെ ഇരുന്നു. അപ്പോഴും ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കുറച്ചുകൂടെ ഒരു 4-5 ഫിസിലൂടെ കേൾപ്പിച്ചപ്പോഴത്തേക്കും നല്ല വെന്തായിരുന്നു. അപ്പോൾ നല്ല ഗ്രേവി ആയിട്ട് വന്ന കേട്ടോ. അത് നമുക്ക് റൈസിന് ദമ്മിടാൻ വേണ്ടി മാത്രമല്ല, അല്ലാതെ നമ്മുടെ ബൊറോട്ടയിലൂടെയും ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഗ്രേവി ആട്ടോ. എല്ലാവരും ഇങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റി വെച്ച ശേഷം നമുക്ക് ദമ്മിടാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച്, പാനല്ല ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഗ്രേവി, ആദ്യം നമ്മൾ ലെയർ ഇടുന്നത് ഗ്രേവി ഒഴിച്ചാണ്. ഗ്രേവി ഒഴിച്ചിട്ട് പിന്നെ ചോറ്, റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെയും ഗ്രേവി, റൈസ്, അങ്ങനെ നമുക്ക് ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും രണ്ടും ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒന്നൊരു ഷേക്കാണ് അവിടെ വന്നത് വീഡിയോയ്ക്ക്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ക്ഷമിക്കുക. പറ്റിപ്പോയി, കാരണം വേറെ ആരും എടുത്തു തരാനായിട്ടില്ലായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് 2 കാര്യങ്ങളും നോക്കിയപ്പോഴത്തേക്കും അവിടെ വീഡിയോയിൽ അവിടെ ഒരു ഇത് വന്നതാട്ടോ. എന്നിട്ട് നമ്മൾ ലെയർ ചെയ്തിട്ട് സവാള വറുത്താൻ ഇട്ട് കൊടുത്തത്. പെട്ടെന്നുണ്ടാക്കിയ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. നെയ്യോ അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചാണ് ചെയ്തത്. അപ്പോൾ സവാള മാത്രമാണ് വറുത്തിട്ടത്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഉള്ളവർ അതും വറുത്തിടാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. സവാള വറുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് വറുത്ത് കിട്ടാനും സവാള വറുക്കുന്നതിനുള്ള ടേസ്റ്റും ഉണ്ടായിരിക്കും കേട്ടോ. ചെറിയൊരു മധുരമൊക്കെ ആയിട്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചെടുത്താൽ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രസ്റ്റ് മീ ഗായ്സ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ്.